ഈ ചെടിയെപ്പറ്റി നിങ്ങൾക്കറിയാമോ? ഈ ചെടി നിങ്ങളുടെ പറമ്പിലുണ്ടോ? ഇത് ആനച്ചെറിയണമാണ്. എല്ലാവരും ഈ ചെടി പറിച്ചു കളയുന്നു. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇത് നട്ടു വളർത്തുകയാണ്. നട്ടു വളർത്തുക എന്ന് പറയുന്നതല്ല, പറമ്പിലുണ്ടാകുമ്പോൾ അത് പറിച്ചു കളയാതെ അതിനെ സംരക്ഷിച്ച് നിർത്തുന്നു. അതാണ് സത്യം. ഇത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ്. ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാ പച്ചിലകളും ഓരോ തരത്തിൽ ഓരോ ഉപയോഗത്തിനുള്ളതാണ്. പ്രകൃതി തന്നിരിക്കുന്നത് അങ്ങനെയാണ്. ഇത് വൈദ്യന്മാരുടെ ഇടയിലൊക്കെ ഇതിന് ഒരു കണ്ട ഔഷധമായിട്ടാണ് അവർ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രധാന ഉപയോഗങ്ങളെപ്പറ്റി ഒന്ന് പൊതുവായി എല്ലാവരെയും ഒന്ന് അറിയിക്കുക. അതിനു വേണ്ടിയാണ് ഈ വീഡിയോ ഇടുന്നത്. ഇപ്പോൾ എൻ്റെ പറമ്പിൽ ഇതിഷ്ടം പോലെയുണ്ട്. എല്ലാ സ്ഥലത്തും നോക്കിയാലും ഈ സാധനമുണ്ട്. അത് കുറച്ചൊന്നുമല്ല, ഒരുപാടുണ്ട്. ഞാൻ ഇതിനെയൊക്കെ സംരക്ഷിച്ച് നിർത്തിയേക്കാണ്. ഇതുകൊണ്ട് നിറയെ തൈകൾ എല്ലാ സ്ഥലത്തും ഉണ്ട്. നിറയെ തൈകളാണ്. ഞാൻ ഒന്നും കളയാതെ നിർത്തിയേക്കാണ്. ഇനി അപ്പുറത്ത് പോയാൽ അവിടെ ഇഷ്ടം പോലെയുണ്ട്. നിറയെ തൈകളുണ്ടാകുന്നുമുണ്ട്. ഇതൊന്നും ഞാൻ കളയുന്നില്ല. ഇത് ഒരു സിദ്ധൌഷധമാണ്. ഇത് നമുക്ക് പ്രകൃതി കനിഞ്ഞു തന്ന് അനുഗ്രഹിച്ച് തന്നിരിക്കുന്ന ഒരു ചെടിയാണ്. ഇത് ശത്രുക്കളിൽ നിന്ന് അതിന് രക്ഷ നേടുന്നതാണെന്നറിയില്ല. ഇതിൻ്റെ അകവശത്ത്, ഇതിൻ്റെ അടിവശത്തുള്ള ഒരു വെള്ള നിറത്തിലുള്ള ഒരു രോമമുണ്ട്. അതാണ് ചൊറിച്ചിലുണ്ടാക്കുന്നത്. ഇത് കൈകൊണ്ട് തൊട്ടാൽ ഭയങ്കര ചൊറിച്ചിലായിരിക്കും. ഇതിൻ്റെ ഗുണങ്ങൾ ഒരുപാടുണ്ട്. അത് ഞാൻ പറയാം. അപ്പോൾ ഇത് സാധാരണ ആൾക്കാർ തോരൻ വെച്ചാണ് കഴിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ഇലയിട്ട് ചായ തിളപ്പിക്കാം. അതുപോലെ പരിപ്പൊക്കെ ഇട്ട് ഒഴിച്ചുകറി ഉണ്ടാക്കാറുണ്ട്. ഞാനിന്ന് ഇതുകൊണ്ട് തോരൻ വയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ മിക്കവാറും ഒരു മാസത്തിൽ 4 തവണയെങ്കിലും ഇത് തോരൻ വെച്ച് കഴിക്കാറുണ്ട്. ഇപ്പോൾ പറിക്കുമ്പോൾ കയ്യിൽ മുട്ടാതെ ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞാൽ ഇതിൻ്റെ ചൊറിച്ചിൽ പോകാൻ ഒരു വിദ്യയുണ്ട്. അതുകൂടി പ്രയോഗിച്ചിട്ടാണ് നമ്മളിത് അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് പറിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ മൂത്ത ഇലകൾ എടുക്കാറില്ല. നമ്മളിങ്ങനെ കത്രിക കൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ മുറുക്കാതെ, അധികം അമർത്താതെ ഇതിങ്ങനെ എടുത്ത് പാത്രത്തിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇത് ഇത്രയും വലിപ്പം വയ്ക്കാറുണ്ട്. ഇത് ചൊറിയാതിരിക്കാൻ വേണ്ടി ഇത് വേറൊരു പണി ചെയ്യാറുണ്ട്. അത് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാൻ. അല്ലെങ്കിൽ നമുക്ക് അരിയാൻ പറ്റില്ല, എല്ലാം ചൊറിയും. ആ ചൊറിച്ചിൽ നല്ലതാണ്. ചൊറിച്ചിലും ഒരു ഔഷധമാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണമൊന്നും ഞാൻ കാണുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ തന്നെ നിങ്ങൾ ഇതുപോലെ ഉപകാരപ്പെട്ട വീഡിയോകളുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് അപ്പോൾ തന്നെ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇത്രയും ഇല കിട്ടിയിട്ടുണ്ട്. നമുക്ക് അത് തന്നെ ധാരാളം. നമ്മുടെ വീട്ടിൽ 3 പേരുള്ളൂ. അപ്പോൾ ഇത് അധികം കഴിച്ചുകൊണ്ടൊന്നും വലിയ കാര്യമില്ല. ആവശ്യത്തിന് കഴിച്ചാൽ മതി. കൂടുതൽ കഴിച്ചാൽ കൂടുതൽ ഗുണം അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ചൊറിച്ചിൽ കളയാൻ ഒരു സംഭവമുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഈ കാണിക്കുന്ന സംഭവം അല്ലെങ്കിൽ നിങ്ങൾ ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യുക. അപ്പോൾ അരിയുമ്പോൾ ഒക്കെ ബുദ്ധിമുട്ട് വരും. ഏറ്റവും നല്ലത് ഇതാണ്. ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ല തിളച്ച വെള്ളമായിരിക്കണം, ആവി പറക്കുന്ന വെള്ളം. ഇത് നന്നായിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഇതിൻ്റെ എല്ലാ ചൊറിച്ചിലും മാറിക്കിട്ടും. അപ്പോൾ ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഉപയോഗിച്ചാൽ വല്ല ഗുണമുണ്ടോ? അതാണ് ഞാൻ പറയുന്നത്. ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളിത് എവിടെയുണ്ടെങ്കിലും പോയി കണ്ടുപിടിച്ച് ഉപയോഗിക്കും. ഇത് അനീമിയ, അതായത് ഈ വിളർച്ച ഉണ്ടാകുന്നത് അത് തടയും. പിന്നെ വാദം, മുടി കൊഴിച്ചിൽ, ഉറക്കക്കുറവ്, അതുപോലെ വണ്ണം കുറയ്ക്കാനും ഗ്ലൂക്കോസിൻ്റെ തോത് നിയന്ത്രിക്കാനും തലവേദനയ്ക്കും
അതായത് മൈഗ്രെയിൻ വരെ ഉള്ള തലവേദന മാറും. ഇത് നെറ്റിയിൽ അരച്ചിടുക, അതുപോലെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇതൊക്കെ വളരെ ഉപകാരപ്രദമാണ്. പണ്ട് മുതലേ ഇത് ജനങ്ങൾ ഉപയോഗിച്ച് വരുന്നതാണ്. അതാണ് ഇതിൻ്റെ രസകരം. ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ മൂലക്കുരുവിന് കണ്ട ഔഷധമാണ്. ഇപ്പോൾ മൂലക്കുരുവിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ദൂരം ആൾക്കാരുണ്ട്, എന്തെല്ലാം മരുന്ന് കഴിച്ചിട്ട് അത് മാറുന്നില്ല. അപ്പോൾ ഇതും ഒരു പരീക്ഷണം പോലെ ചെയ്താൽ മതി നിങ്ങൾ. കാരണം ഇതിന് സൈഡ് എഫക്റ്റുകളൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇത് അരച്ച് മലദ്വാരത്തിൽ പുരട്ടുക, സാധാരണ അങ്ങനെ ചെയ്താൽ മതി. മൂലക്കുരുവിന് ഏറ്റവും നല്ലതാണ്. പക്ഷേ ഇതിൽ വേറൊരു സംഭവം പറയുന്നുണ്ട് പലരും, വൈദ്യന്മാരാണ് പറയുന്നത്. ഈ ഇല ഒന്നും ചെയ്യാതെ ഇങ്ങനെ തന്നെ മലദ്വാരത്തിൽ വച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചൊറിച്ചിലുണ്ടാകും. ആ ചൊറിച്ചിലോടുകൂടി മൂലക്കുരുവിൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീരും ജീവിതാവസാനം വരെ. പക്ഷേ അത് നല്ല ചൊറിച്ചിലുണ്ടാകും. നിങ്ങളത് ഓപ്ഷനിലാണ്, നിങ്ങൾ ചെയ്യണമെന്നൊന്നുമില്ല. ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് അത് പറഞ്ഞതാണ്. പിന്നെ ഇത് തുടർച്ചയായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ മാത്രം മതി. കൂടാതെ രക്തശുദ്ധീകരണം, ചർമ്മ സംരക്ഷണം, ഇതെല്ലാം നടക്കുന്ന ഒരു കാര്യമാണ്. ദഹനവ്യവസ്ഥ ശരിയായ രീതിയിൽ നടക്കും. അതുകൊണ്ട് തന്നെ ഈ മലബന്ധം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം തന്നെയാണ്. പൊട്ടാസ്യം, അയണ്, പിന്നെ വൈറ്റമിൻ സി ഉണ്ട്, എ ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്. ഇതൊക്കെ വലിയ തോതിൽ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കേസ് ഈ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് നല്ലൊരു പരിഹാരം തന്നെയാണിത്. ഈ പുകവലിക്കുന്നവർക്കൊക്കെ ശ്വാസകോശത്തിനുണ്ടാകുന്ന ആഘാതം, അതൊക്കെ പരിഹരിക്കാൻ ഏറ്റവും നല്ലതാണ്. ഇത് തുടർച്ചയായി ഈ ഇല ഭക്ഷണത്തിൽ ചേർത്ത് കഴിച്ചാൽ മതി. പിന്നെ ആസ്മയ്ക്കും അലർജിക്കും ഒക്കെ പ്രതിവിധിയാണ്. ഇതൊക്കെ സത്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ അനുഭവം അതാണ് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. കാരണം ഞാനിത് നമ്മുടെ വീട്ടിൽ കണ്ടില്ല, ഇഷ്ടം പോലെ ഉണ്ട്. ഈ രാസവളമൊന്നും ഏൽക്കാത്ത പറമ്പിൽ ധാരാളം ഉണ്ടാവും. അപ്പോൾ ഞാനതെല്ലാം ഈ ഒരിക്കലല്ല, മാസത്തിൽ 4 പ്രാവശ്യം മിക്കവാറും ഇതുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ ഒരുപാട്, നിങ്ങൾക്കറിയാം, എൻ്റെ വീഡിയോ കണ്ടവരാണ് നിങ്ങളൊക്കെ, ഒരുപാട് പൊന്നാങ്കണ്ണി ചീരയുണ്ട്, മറ്റ് പലതരം ചീരയുണ്ട്, മുള്ളൻ ചീര, ഈ ചെക്കൂർമാണീസ്, അതായത് പഴയ ബ്ലോക്ക് ചീര, പിന്നെ മുരിങ്ങയില, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ദിവസവും ഉപയോഗിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് 2 പ്രാവശ്യം മാസത്തിൽ ഇതും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും ഇപ്പോൾ തോരൻ വയ്ക്കുന്നില്ല. കാരണം തോരനൊക്കെ വെച്ച് വരുമ്പോഴേക്കും 10-15 മിനിറ്റ് വീഡിയോയുടെ ദൈർഘ്യം കൂടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിന് തുനിയുന്നില്ല. അത് സാധാരണ നമ്മൾ ചീര വയ്ക്കുന്ന മാതിരി ഇത് തോരൻ വെച്ചാൽ മതി, വളരെ ടേസ്റ്റോടു കൂടി. അപ്പോൾ ടേസ്റ്റ് കൂടാൻ വേണ്ടി വല്ല കപ്പലണ്ടി എണ്ണയിൽ, വെളിച്ചെണ്ണയിൽ, നെയ്യിലൊക്കെ വറുത്തത് എടുക്കാം, കശുവണ്ടി വറുത്തത് ഇതിൽ ചേർക്കാം. അപ്പോൾ നല്ല ടേസ്റ്റും കിട്ടും. അല്ലെങ്കിൽ തന്നെ ഇതിന് നല്ല ടേസ്റ്റാണ്, അപാര ടേസ്റ്റാണ്. ഇപ്പോൾ ഇതിനി പിഴിഞ്ഞെടുത്ത് അരിഞ്ഞ് തോരൻ വെച്ചാൽ മാത്രം മതി. ഞാനിത് കാണിക്കുന്നില്ല. അപ്പോൾ തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.